ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്ക് നല്ലൊരു മിക്സർ ഉണ്ടാക്കാം കേട്ടോ. വളരെ പെട്ടെന്ന് അടിപൊളിയായിട്ട് നമുക്ക് എരിവും ഉപ്പും പുളിയും ഒക്കെ കൂടെ ചേർന്നൊരു മിക്സറാണിത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കപ്പലണ്ടി, കാഷ്യൂനട്ട്, അതുപോലെ ബദാം, ഇങ്ങനെ കുറച്ച് ഐറ്റംസാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഏതാണ് നമുക്ക് കൂടുതൽ ടേസ്റ്റ് അത് ചേർത്ത് കൊടുക്കുക. കപ്പലണ്ടി ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കശുവണ്ടി, ബദാം, എന്താണ് നമുക്ക് ഇഷ്ടമുള്ളത് അതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഡ്രൈ ഫ്രൂട്ട്സിൽ ഇഷ്ടപ്പെട്ടതൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഈ കപ്പലണ്ടി, നിലക്കടല എന്നൊക്കെ പറയില്ലേ, ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ ഓയിൽ ഇതാ കുറച്ചങ്ങോട്ടൊന്ന് ചൂട് കുറവായിരുന്നു. ഇങ്ങനെ പോരാ, ഒരല്പം കൂടെ ഓയിൽ ചൂടായി വരണം. ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൂടായി എന്ന് വിചാരിച്ചിട്ട് കൊടുത്താണ് കേട്ടോ. അത്ര ആകരുത്, അത്യാവശ്യം ഒന്ന് ചൂടായതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് പൊട്ടി തുടങ്ങും കേട്ടോ. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഒരു 4-5 മിനിറ്റ് അത്രയും മതിയാവും. ഇതുപോലെ നല്ലതുപോലെ ഓയിൽ തിളച്ച് വരുന്നുണ്ട്. കണ്ടോ, ഈ കടല അവിടെ ഇടയ്ക്ക് ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുവരെ നമ്മൾ ഫ്രൈ ആക്കി കൊടുക്കണം. ഇപ്പോൾ ഇത്രയും മതി. ഇത് കോരിയെടുക്കാം. ഇനി ഇരുന്നിട്ടൊന്ന് ഇത് ഒന്നും കൂടെ നല്ലോണം ഒന്ന് ഫ്രൈ ആയി വരും. അല്ലെങ്കിൽ നമ്മുടെ ഈ കപ്പലണ്ടിക്ക് ഒരു കളറും കിട്ടില്ല, കരിയുന്ന ഒരു ഇത് വരും. ഈ പാകത്തിന് മതി കേട്ടോ. ഇനി കുറച്ചും കൂടെ ഇരിക്കുമ്പോൾ ഒന്ന് മുറുകി കിട്ടും ഇത്. അപ്പോൾ ഈ ഒരു പാകത്തിന് മതി. ഇതിന് ഞാൻ ഓയിലിൽ നിന്ന് കോരിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബദാമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് എല്ലാം കൂടെ മിക്സ് ആക്കി ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം. ഏതാണ്ട് ഇതുപോലുള്ളൊരു മിക്സ്ചർ ഞാൻ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്തിട്ട്. ഇതിപ്പം നമ്മൾ മെയിനായിട്ട് ഇതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊരിയാണ് കേട്ടോ. എന്ത് പൊരി, സാധാരണ പൊരി നമ്മളിവിടെ പറയാറുള്ളത് കേട്ടോ. അതാണ് മെയിനായിട്ട് ഇതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ്. ഇതൊക്കെ ഒരു സൈഡിൽ, അതായത് ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ, കപ്പലണ്ടി, പൊട്ടുകടലൊക്കെ നമ്മൾ ചേർക്കുന്നുണ്ട്. അതൊക്കെ കുറച്ച് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ മെയിനായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞില്ല, പൊരി. അപ്പോൾ ഇപ്പോൾ നമ്മൾ കശുവണ്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ഒരുപാട് കരിഞ്ഞു പോകാതെ നമുക്കത് കോരിയെടുക്കാം. അല്ലെങ്കിൽ ഇതിനി ഓയിലിൽ കിടക്കുന്നത് അവിടെ കിടന്നിട്ട് കരിയും. അതുകൊണ്ട് നമുക്ക് ഇപ്പം തന്നെ ഇത് കോരി തുടങ്ങാം. ഇത് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്കൊന്ന് കോരിയെടുക്കട്ടെ. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ കശുവണ്ടി ഞാനിവിടെ കോരിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പൊട്ടുകടല, ഇതൊക്കെ നമ്മുടെ ടേസ്റ്റിന് അനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുക. എത്ര ചേർത്താലും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ പൊട്ടുകടലയും പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വരുന്നതാണ്. അതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് തന്നെ കോരിയെടുക്കണം. അപ്പോൾ അതേ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. പൊട്ടുകടല ഒരു 3 മിനിറ്റ് തന്നെ മതിയാവും. അപ്പം തന്നെ ഇത് ഫ്രൈ ആയി വരും കേട്ടോ. കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇത് നമുക്കിപ്പോൾ തന്നെ കോരിയെടുക്കാൻ നോക്കാം, അല്ലെങ്കിൽ അടിയിലുള്ളത് ഇനി കരിഞ്ഞു പോകും. നമ്മൾ ഒറ്റയടിക്കല്ലല്ലോ കുറച്ചായിട്ട് കോരിയെടുക്കുമ്പോൾ ഓയിൽ കിടക്കുന്നത് കരിഞ്ഞു പോകും. അപ്പം തന്നെ നമുക്കിത് കോരി എടുത്തു തുടങ്ങാം. അപ്പോൾ ഇത് ഞാനിവിടെ ഓയിലിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി കോൺഫ്ലെക്സ്, ഇതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഷോപ്പുകളിലൊന്നും ഞാൻ കാണുന്നില്ല, ഓൺലൈനായിട്ടാണ് കേട്ടോ ഞാൻ വാങ്ങിയത്. ഇത് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇത് മാത്രമായിട്ട് വേണമെങ്കിലും ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിക്കാൻ പറ്റും. അല്ലാതെ ഇതുപോലെ മിക്സറിനെ കൂടെ നമുക്ക് മേടിക്കുമ്പോൾ കിട്ടത്തില്ലേ ഈ ഒരു സംഭവം. അപ്പോൾ ഇത് അടിപൊളിയുണ്ട്. എന്തായാലും ചേർത്ത് കൊടുക്കുക, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന്, ഇത് കുറച്ചിട്ട് നമ്മളെ പൊരിയുടെ കാര്യം പറഞ്ഞ കണക്ക് കുറച്ചിട്ട് നമുക്ക് ഫ്രൈ ആക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താ അറിയോ, കുറേ ഓയിൽ നമ്മൾ ഒഴിക്കേണ്ടി വരും. പിന്നെ ഈ ഓയിലൊക്കെ നമുക്ക് വേസ്റ്റായി പോകും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് മാത്രം ഈ പൊരിയാണെങ്കിലും ഇതാണെങ്കിലും നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇതിവിടെ പെട്ടെന്ന് വേണ്ടി ഇതൊരു 2 മിനിറ്റ് എടുക്കുള്ളൂ കേട്ടോ. ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഈ കോരി മാറ്റാം. ഇതെല്ലാം നമുക്ക് എത്രയാണോ ഇത് കടിക്കുമ്പോൾ ഏതിൻ്റെ ടേസ്റ്റ് നമുക്കിഷ്ടം അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനൊരു 2-3 പ്രാവശ്യമായിട്ടാണിത് ഇട്ട് കൊടുത്തത്. ഇത് തന്നെ പെട്ടെന്ന് തന്നെ ഇത് ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഓയിലിൽ നിന്ന് കോരി മാറ്റിയെടുക്കാം. അപ്പം നമുക്ക് ഈ 4 മണിക്ക് ചായക്കൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് അടിപൊളി ഒരു സംഭവമാണ് കേട്ടോ. ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. കാരണം ഇതെല്ലാം ഏകദേശം ഒരു റെഡിമെയ്ഡ് ഇതാണല്ലോ. നമ്മളല്ലാതെ ഒന്നും അപ്പോഴും ഉണ്ടാക്കിയെടുക്കുന്നില്ലല്ലോ. ഇതൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത് മാത്രമല്ലേ ഉള്ളൂ.
അതുകൊണ്ട് പണിയും വളരെ എളുപ്പമാണ്. ഇത് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അത് കോരിയെടുക്കാം. അപ്പം ഇതൊക്കെ ഇവിടെ തീർന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് പൊരി. പൊരി എന്ന് പറയുമ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ഫ്രൈ ആയി വരും കേട്ടോ. പെട്ടെന്ന് നമ്മൾ ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വയ്ക്കുക. എന്നിട്ട് ഇതുപോലെ കുറച്ച് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഒരുപാട് ഓയിൽ നമ്മൾ വീണ്ടും ഒഴിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഓയിൽ മാത്രം മതി നമുക്ക്. പെട്ടെന്ന് തന്നെ ഞാനിത് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്, കുറച്ചിട്ടിട്ട്. ഇനി ആ ഓയിൽ ഞാൻ മാറ്റിയിട്ടുണ്ട്. നന്നായിട്ട് കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. സത്യത്തിൽ ഇത് കരിഞ്ഞില്ല, എങ്കിൽ ഓയിലിൻ്റെ കളർ കുറേ സമയമായില്ല, അതുകൊണ്ടായിരിക്കും ഓയിലിൻ്റെ കളർ മാറിയിട്ടുണ്ടായിരുന്നു. ഇനി ഒരു സ്വല്പം ഫ്രഷ് ആയിട്ടുള്ള ഓയിൽ ഞാൻ എടുത്തിട്ട് ഒരു 2 ടീസ്പൂൺ അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് സ്റ്റവ് ഞാൻ ഓഫ് ചെയ്തു കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു. ഈ സമയം നമുക്ക് പെരിഞ്ജീരകം, കറിവേപ്പില ഇത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാനിത് ചേർത്ത് കൊടുക്കുന്നില്ല. ഞാൻ അന്ന് ഒരു മിക്സർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതിനകത്ത് ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചേർക്കാതെയാണ്. പിന്നെ അതുപോലെ തന്നെ നീളത്തിൽ നമ്മുടെ കൊപ്രയില്ലേ, ഉണക്കത്തേങ്ങ, അതും വേണേൽ ചേർത്ത് കൊടുക്കാം. അത് നല്ലത് തന്നെയാണ്, പക്ഷേ എല്ലാവർക്കും അതങ്ങോട്ട് കടിക്കുന്ന താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഡ്രൈ മാംഗോ പൗഡറാണ്. അതും ഒരു സ്വല്പം പുളിക്ക് വേണ്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് വലിയൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ആദ്യം പൊരി ഇട്ട് കൊടുത്തു, പിന്നെ കോൺഫ്ലെക്സ് ഇട്ട് കൊടുത്തു, പിന്നെ ഇതാ നമ്മൾ നേരത്തെ മാറ്റി വെച്ച കപ്പലണ്ടി, പൊട്ടുകടല, ബദാം, കാഷ്യൂനട്ട് ഇതൊക്കെ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഓയിലില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പഞ്ചസാര, ഉപ്പ് ഇത് രണ്ടും ചേർത്ത് കൊടുക്കാനുണ്ട്. ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. പഞ്ചസാര പൊടിച്ച് തന്നെ ചേർക്കണം കേട്ടോ. പിന്നെ ഇനി നമുക്ക് മധുരം ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കണ്ട. പക്ഷേ ഇത് മൂന്നും കൂടി ആകുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പഞ്ചസാര കുറച്ച് ചേർക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ മധുരത്തിന് ആവശ്യത്തിന്. ഞാനിപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചിട്ട് അതാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഈ ഓയിലിന് ചെറിയ ചൂടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതൊന്നും നന്നായിട്ട് തണുത്തിട്ടുണ്ടായില്ല. നമ്മളെ പൊരിയാണെങ്കിലും അതിനൊക്കെ ചെറിയൊരു ഓയിലിൻ്റെ ഒരു നനവ് ഇതിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഉപ്പും പഞ്ചസാരയൊക്കെ നല്ലതുപോലെ ഇതിലേക്ക് പിടിച്ചോളും. അപ്പോൾ ഈ ചെറിയ ചൂടോടെ തന്നെ നമുക്ക് നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ലൈറ്റിൽ, ഈ ക്യാമറയിൽ നമ്മളിത് കാണുമ്പോൾ ഈ ലൈറ്റിൻ്റെ വെട്ടമാണെന്ന് തോന്നുന്നു. ഈ ചില പൊരികളൊക്കെ നല്ല കളർ പിടിക്കാതെ ഇരുന്നിട്ടുണ്ട്. നന്നായിട്ടെല്ലാം കളർ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലതുപോലെ മഞ്ഞളുടെ അല്ലെങ്കിൽ മുളകിൻ്റെ കളറൊക്കെ പിടിച്ചിട്ട് നല്ല കാണാനായിട്ട് നല്ല ഇതിലായിരുന്നു കേട്ടോ. പക്ഷേ ഇതാ നോക്കൂ, ഇതിൽ കുറച്ച് പൊരി ഇങ്ങനെ അല്ലേ കളർ പിടിക്കാത്തതാണ്. അത് ലൈറ്റിൻ്റെ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കിഡിലൻ ടേസ്റ്റിൽ മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറന്നു പോകരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്